നമസ്തേ. സുഭാഷിതം. ആയുഷഃ ഖണ്ഡമാദായ രവിരസ്തമയം ഗതഃ അഹന്യഹനി ബോദ്ധവ്യം കിമേതത് സുകൃതം കൃതം. ഇവിടെ ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത്, ആദിത്യൻ ദിവസം പ്രതി ഉദിച്ച് അസ്തമിക്കുന്ന സമയം ജനങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു ഭാഗവും കൂടി കൊണ്ടുപോകുന്നു എന്നറിഞ്ഞ് നമ്മളെന്നും സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളണം. അപ്പോൾ ആദിത്യൻ ദിവസം പ്രതി ഉദിച്ച് അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസങ്ങളും കടന്നു പോകും തോറും നമ്മുടെ ആയുസ്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കൊണ്ടുപോകുന്നതെന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്ത് വേണം പോകാൻ. ചുമ്മാ നമ്മൾ മനുഷ്യരായിട്ട് ജീവിച്ചു പോയി അതിലർത്ഥമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ, ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമാജത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി നമുക്കെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചെങ്കിൽ ആ ജീവിതമാണ് ഉത്തമമായ ജീവിതം. അതാണ് സുകൃതം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, സൽക്കർമ്മം. നല്ല കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള വഴി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രശസ്തിയല്ല ഉദ്ദേശിക്കുന്നത്. സൽക്കർമ്മം ചെയ്യുമ്പോൾ നാളെ നമുക്ക് ഒരു കൃത്യമായ ഒരു പേര് നമുക്കുണ്ടാകും. ആ ആള് ഇന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ലോകത്തോട് യാത്ര ചെയ്തത് എന്ന ഒരു ചിന്ത അവരിലുണ്ടാകും. ആരിലുണ്ടാകും? ജനങ്ങളിലുണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ജന്മം നമ്മുടെ സുകൃതമാകുന്നു. ഈ ജന്മത്തിനെ നമ്മൾ ജീവിച്ചതിന് ഒരു അർത്ഥം അവിടെ കാണുന്നു എന്നാണ് ഈ സുഭാഷിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമസ്തേ.